കാത്ത് കാത്ത് നേർന്ന മലയക്കോട്ടെ വാലിബന്റെ ട്രെയിലർ എന്നാണ് വരുന്നതിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. മലയക്കോട്ടെ വാലിബൻ കാത്തിരിക്കുന്നതിന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഈ സിനിമ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട, കാര്യമായിട്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ക്ലാസ് ആയാലും മാസായാലും ഇതിനകത്തുള്ള വിഷ്വൽസ് ആൻഡ് സ്റ്റണ്ണിങ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എടുത്ത് പറയാതെ പറ്റില്ല. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന 2 ദിവസം മുമ്പ് വന്നേക്കുന്ന പോസ്റ്റർ ആക്ച്വലി ഡീകോഡ് ചെയ്യാനായിട്ട് ടൈം കിട്ടിയായിരുന്നില്ല. പക്ഷേ ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കാണുന്ന സമയത്ത് ഇതൊരു ഇന്റർനാഷണൽ സ്റ്റഫ് ആണെന്നുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് ചുമ്മാ അങ്ങ് എക്സാജറേറ്റ് പറയുന്നതല്ല, അതിനൊരുപാട് വ്യക്തമായിട്ട് റീസൺ ഉണ്ട്. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. മലയക്കോട്ടെ വാലിബന്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന പോസ്റ്റർ കാണുന്ന സമയത്ത് ഞാൻ വീണ്ടും പറയണു, ഈ സിനിമയിലുള്ള ഹൈപ്പ് പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് വന്നായിരുന്ന ഒരു 30 സെക്കൻഡ് ഒരു വീഡിയോ കണ്ടിരിക്കുന്ന സമയത്ത് ഇതൊരു ഡ്രാമ വൈബിൽ പോകുന്ന ഒരു സിനിമയാണോ എന്നൊരു കാര്യം സംശയിച്ചിരുന്നൊരു കാര്യമായിരുന്നു. അത് അങ്ങനെ തന്നെ ആയിരിക്കാം, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. കാരണം ഡയലോഗ്സുകൾ കേൾക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവാത്ത തരത്തിലുള്ളൊരു ഡയലോഗ് ഡെലിവറി മറ്റൊക്കെ അത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പല ആൾക്കാർ കമന്റ്സിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. ആക്ച്വലി ഈ ഒരു പോസ്റ്റ് കാണുന്ന സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഗോൾഡ് സിനിമയുടെ പോസ്റ്റർ പോലെ എനിക്ക് ആദ്യം ഫീൽ ചെയ്തായിരുന്നു. ആ ഒരു പോസ്റ്ററിന്റെ ഏകദേശം ലുക്ക് പോലെ ഫീൽ ചെയ്തു. അതിനുശേഷം ഞാൻ നോക്കിയ സമയത്താണ് എവരിതിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് പറയുന്ന ഓസ്കാർ നേടിക്കുന്ന സിനിമയാണെങ്കിലും ഇമ്മോർട്ടൽസ് പറയുന്ന സിനിമയുടെ ആണെങ്കിലും നമ്മുടെ മലയാള സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരം, അതുപോലെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ തന്നെ സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബാരൽ എന്ന് പറയുന്ന സിനിമയിലൊക്കെ കാണിച്ചിരിക്കുന്നത് ഏകദേശം ഇതിന്റെ സിമിലർ പോസ്റ്ററാണ്. പക്ഷേ ആ പോസ്റ്ററുകളെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ തീമിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ വരുന്നത്. പല ആൾക്കാർ അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും സാഹചര്യം അല്ലെങ്കിൽ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ ടൈപ്പ് ആൾക്കാരാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് കാലഘട്ടത്തിനനുസരിച്ചുള്ള ആൾക്കാരാണ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു പോസ്റ്ററിനകത്തേക്ക് നമ്മൾ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് പല കാറ്റഗറിയിലുള്ള പല തീമിൽ വരുന്ന ആൾക്കാരാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ലാലേട്ടൻ്റെ കഥാപാത്രത്തിന് കാണാൻ പറ്റുന്നുണ്ട്, ലാലേട്ടൻ്റെ വാലിബൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് കാണാൻ പറ്റുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആ ഒരു റെഡ് കളർ വസ്ത്രം ഇങ്ങനെ മാറ്റിയേക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഈ ഒരു ടീസർ വന്നേക്കുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടേക്കുന്ന പോലെ ഇദ്ദേഹം ഈ ഒരു റെഡ് കളർ വസ്ത്രം മാറ്റുന്ന സമയത്ത് ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ മുമ്പ് വന്നേക്കുന്ന ഒരു പോസ്റ്റർ നോക്കുകയാണെങ്കിലും ഇദ്ദേഹം ഒരു യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് കാണാൻ പറ്റിയായിരുന്നു. ലാലേട്ടിന് ശേഷം ശരിക്കും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ നിൽക്കുന്ന ആളെയായിരുന്നു. കാരണം ഇത് കാണുന്ന സമയത്താണ് ശരിക്കും എൻ്റെ കിളി പാറി പോയത്. ഇതെന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കാണുന്ന സമയത്തിന് ഒരു വെറൈറ്റി ലുക്കാണ്. താഴെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണ്. എൻറ്റയർലി വേറൊരു തീമിലാണ് ഇദ്ദേഹം വന്നേക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇദ്ദേഹം ഇട്ടേക്കുന്ന ഡ്രസ്സ് മറ്റൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സിലാണ് വന്നേക്കുന്നത്. കണ്ണിൻ്റെ അവിടെയൊക്കെ ഒരു ബ്ലാക്ക് കളർ കൊണ്ട് ഡിസൈനും മറ്റു കൊടുത്തിട്ടുണ്ട്, ഒരു പാച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ ലുക്ക് മറ്റു കാണുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പൈറേറ്റ് ആണെന്നുള്ളൊരു കാര്യം സംശയമായിരുന്നു, അതായത് കടൽ കൊള്ളക്കാരനാണെന്നുള്ളൊരു കാര്യം സംശയമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഗണ്ണ് കാണുന്ന സമയത്താണ് പണ്ട് കാലത്ത് യൂസ് ചെയ്ത് പോന്നിരുന്ന പൈറേറ്റ്സുകൾ യൂസ് ചെയ്ത് പോന്നിരുന്ന പൗഡേഡ് ഗണ്ണാന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അതായത് ഇവിടെ നിൽക്കുന്ന ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കടൽ കൊള്ളക്കാരനാണ്. മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഒരു കഥ നടക്കുന്നത് രാജസ്ഥാൻ പോലെയുള്ള ഒരു മരുഭൂമി പോലെയുള്ള പ്രദേശം, അതായത് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അനുസരിച്ച് ഒരു സ്ഥലം കൃത്യമായിട്ട് എവിടെയെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണ് മലയക്കോട്ടെ വാലിബൻ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ ഒരു ഡെസേർട്ട് പോലെ വളരെ മരുഭൂമിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് കിടക്കുന്ന പോസ്റ്റേഴ്സിലാണ് നമ്മൾ ഇതുവരെ കണ്ടേക്കണമെന്നുണ്ടെങ്കിൽ ഒരു കടൽ കൊള്ളക്കാരൻ്റെ ഈ ഒരു സീൻ എവിടെയായിരിക്കും ഒരു പ്ലേസ് ചെയ്യാന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചായിരുന്നൊരു കാര്യം. അതായത് ഒരു പക്ഷേ ഇതിനകത്ത് ഒരു വാർ സീക്വൻസ് കാണിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ലുക്ക് മറ്റു കാണുന്ന സമയത്ത് ഒരു വാറിന് തയ്യാറായിട്ട് നിൽക്കുന്ന ഓൾറെഡി ഒരു യുദ്ധം നടക്കുന്ന ഒരു സീനാണ് നമുക്ക് ഈ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ വരുന്നത്. സോ ഒരു കടലിനകത്ത് വെച്ച് കിടക്കുന്ന യുദ്ധങ്ങളും മറ്റൊക്കെ കാണാൻ പറ്റുമെന്നുള്ളൊരു കാര്യം സംശയമാണ്. തൊട്ട് താഴേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ വലതു ഭാഗത്തായിട്ട് നിൽക്കുന്ന ഓരോ ആൾക്കാരെ നോക്കുന്ന സമയത്ത് പല തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലാലേട്ടൻ്റെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ലുക്ക് മറ്റും കാണുന്ന സമയത്ത് ഒരു റോയൽ ലുക്കിലാണ് നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ വരുന്നത്. അതായത് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന രാജാക്കന്മാരെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ലുക്ക് മറ്റൊക്കെ വന്നേക്കുന്നത്. തൊട്ട് മുകളിലായിട്ട് നിൽക്കുന്ന 2 പേരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാട്ടിനകത്ത് കണ്ടേക്കുന്ന 2 പേരാണ്. അതായത് പല ജാതികളുടെ കൊളോണിയലിസത്തിനെയും അതുപോലെ തന്നെ പണ്ട് കാലത്തിൻ്റെ ബ്രിട്ടീഷുകാരൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ബ്രിട്ടീഷുകാരുടെ ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലും ജാതിയുടെ വേർതിരിവുകളും മറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ടെന്ന് പറയുന്നത്. അതിനൊക്കെ എടുത്ത് കാണിക്കുന്ന തരത്തിൽ പല ജാതിയിലുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ബാക്കിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മല്ലനെ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. നമ്മൾ മുമ്പ് തന്നെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, മല്ലന്മാർ ഉപയോഗിക്കുന്ന സംഭവമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാര്യം ഡീകോഡ് ചെയ്തായിരുന്നു. ഇദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് ഒരു മല്ലൻ തന്നെയാണെന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ വരുന്നത് ഒരു യോദ്ധാവിനെ കാണാൻ വരുന്നുണ്ട്. അതായത് ആയോധന വിദ്യകളൊക്കെ പഠിച്ചേക്കുന്ന ഒരു യോദ്ധാവിനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ വാളും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. അതായത് പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ആയോധന കലകളെ എടുത്ത് കാണിച്ചുകൊണ്ടാണ് ഈ വാളും മറ്റും കാണുന്നത്. പക്ഷേ ഈ ഒരു വാള് ഞാൻ നോക്കി പോകുന്ന സമയത്ത് ചൈനീസ് വാറുകളിൽ യൂസ് ചെയ്യപ്പെടുന്ന വാളാന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന് മുകളിലായിട്ട് നിൽക്കുന്ന ആളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു മന്ത്രവാദി എന്നുള്ളൊരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു മന്ത്രവടി കാണുന്ന സമയത്ത്, പാമ്പിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു മന്ത്രവടി കാണുന്ന സമയത്ത് ഇതേ ഒരു മന്ത്രവാദി എന്നൊരു കാര്യം ഉറപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. തൊട്ടിപ്പുറത്തായിട്ട് നിൽക്കുന്ന ആ ഒരു സ്ത്രീനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഈ ഒരു
പൈറേറ്റിന്റെ കാര്യം പറഞ്ഞിരുന്ന സമയത്ത്, കടൽ കൊള്ളക്കാരുടെ കാര്യം പറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായ അതേപോലത്തെ തന്നെ തോക്കാണ് ഇവരുടെ കയ്യിലിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. സോ ഒരു പക്ഷേ ഇവരും ഒരു കടൽ കൊള്ളക്കാരിയുടെ അല്ലെങ്കിൽ കടൽ കൊള്ളക്കാരെ രാജ്ഞി എന്നൊക്കെ പറയുന്ന പോലെ, ഇപ്പോൾ 300 സിനിമയിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന പോലത്തെ ആ ഒരു ടൈപ്പ് ഒരു ക്യാരക്ടർ ആണോ എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. മുകളിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കൊളോണിയലിസത്തിനെ കാണിക്കുന്ന തരത്തിൽ, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ എടുത്ത് കാണിക്കുന്ന തരത്തിൽ കമാൻഡറായിട്ട് നിൽക്കുന്ന ചീഫിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് തൊട്ട് സൈഡിലായിട്ട് നമുക്ക് നേരത്തെ കണ്ടേക്കുന്ന പോലെ, അതായത് താഴത്തെ ഭാഗത്ത് കാണുന്ന പോലെ തന്നെ ഈ ജാതിയുടെ വേർതിരിവ് കാണിക്കുന്ന തരത്തിൽ പണ്ട് കാലത്ത് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന അടിമത്തം മറ്റൊക്കെ അനുഭവിച്ചിരുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 ടീമിനെ നമുക്ക് ആക്ച്വലി കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് നമ്മുടെ നാടൻ ആയോധന കലകൾ പഠിച്ചേക്കുന്ന കുറച്ച് ആൾക്കാരെ, യുദ്ധത്തിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിലായിട്ട് തൊപ്പി മറ്റൊക്കെ വെച്ചേക്കുന്ന ബ്രിട്ടീഷുകാരുടെ തന്നെ ആർമീനെ നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾ ആർമർ മറ്റൊക്കെ ധരിച്ചുകൊണ്ട് ഒരു ബാഹുബലി ഗെറ്റപ്പിലൂടെ നിൽക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. സോ ഈ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരുടെ കമാൻഡറായിട്ട് വരുന്ന ഒരാളാണോ ഇദ്ദേഹം എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്തായാലും യുദ്ധത്തിൽ ഇദ്ദേഹമാണ് ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ വരുന്നുണ്ട്. സോ 2 ക്ലാനുകൾ ഇവിടെ ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വരുന്നുണ്ട്. ആക്ച്വലി ലാലേട്ടനും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടാവാം. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരെ കൊളോണിയലിസം കാണിക്കുന്ന തരത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ക്ലാൻ ഇവിടുന്ന് കാണാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ പോസ്റ്ററിനകത്ത് ഏറ്റവും എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 ക്ലാനുകളുടെ അപ്പുറത്തോട്ട് മറ്റ് ക്ലാനുകളെ കൂടി ഇവിടെ കാണിക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. അതായത് ഇവിടെ പൈറേറ്റ്സിനെ മറ്റ് കാണിക്കുന്ന സമയത്ത്, കടൽ കൊള്ളക്കാർ പോലെയുള്ള പല ആൾക്കാരും ഇവിടെ എടുത്ത് കാണിക്കുന്ന സമയത്ത് ഇത് ആക്ച്വലി ഈ എല്ലാ കഥകളും കൂടി കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ, അതായത് 2 മണിക്കൂറോളം വരുന്ന സിനിമയിൽ സെൻസറിങ്ങിന്റെ കാര്യം കഴിഞ്ഞതിന് ശേഷമാണ് കറക്റ്റ് ഡ്യൂറേഷൻ, മലയാളത്തിന്റെ ഡ്യൂറേഷൻ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എങ്ങനെയാണ് ഇവർ ഇത് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു മാജിക്കാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈവൻ ദോ ഇതൊരു ക്ലാസ് ഫിലിം ആണെന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും, ലൈക്ക് ഇപ്പോൾ നേരത്തെ വന്നേക്കുന്ന ആ ഒരു 30 സെക്കൻഡ് വീഡിയോക്കകത്തൊക്കെ കാണിക്കുന്ന ആ ഒരു ഡയലോഗ് ഡെലിവറി മറ്റൊക്കെ നോക്കുന്ന സമയത്ത് പക്ക ഒരു ക്ലാസ് പടം പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഈ പോസ്റ്ററിനകത്ത് കാണിക്കുന്ന ഓരോ സീക്വൻസുകൾ കാണുന്ന സമയത്തും ഒരു വലിയൊരു യുദ്ധത്തിനുള്ളൊരു പുറപ്പാടായിട്ടാണ് നമുക്ക് കാണാൻ വരുന്നത്. സോ ചില ആൾക്കാർ പറഞ്ഞേക്കുന്ന പോലെ ഒരു ക്ലാസ് പ്ലസ് മാസ് പടമാണോ മലൈക്കോട്ട വാലിബൻ എന്നുള്ളൊരു കാര്യം സംശയമാണ്. പക്ഷേ ഒരു കാര്യം പറയാതെ പറ്റില്ല, ഈ പോസ്റ്റർ ആരാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് അവൻ മരണമാസം എന്നുള്ളൊരു കാര്യം എടുത്തു പറയാതെ പറ്റില്ല. കാരണം ഒരു ഇന്റർനാഷണൽ സ്റ്റഫ് കാണിക്കാൻ പറ്റുന്ന തരത്തിൽ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു പോസ്റ്റർ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ് ഒരു യുദ്ധത്തിൻ്റെതായിട്ടുള്ള എല്ലാവിധ അന്തരീക്ഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള യുദ്ധ സാമഗ്രികളും അത് വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. പല കൾച്ചറിൽ നിന്നുള്ള യുദ്ധം മറ്റും കാണാൻ പറ്റുന്നുണ്ട്. സോ ലാലേട്ടന്റെ മാത്രമായിരിക്കില്ല ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്, ഒരു വലിയ ക്ലാനുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും മലൈക്കോട്ട വാലിബൻ എന്ന് പറയുന്ന സിനിമയിൽ കാണാൻ പോകുന്ന ഒരു യുദ്ധം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ ഒരു വിഷ്വൽ ഉണ്ട് മലൈക്കോട്ട വാലിബൻ എന്ന് പറയുന്ന സമയത്ത്. ആ ഒരു രീതിക്കോ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച തരത്തിലാണോ ഈ ഒരു സിനിമ വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം അറിയില്ല. എന്തായാലും ജാനുവരി 15-ാം തീയതി മലൈക്കോട്ട വാലിബന്റെ ട്രെയിലർ വരാനായിട്ട് പോകുന്നുണ്ട്. പൊങ്കലിന്റെ അന്നാണ്, പൊങ്കലാണ് ജാനുവരി 15-ന് തുടങ്ങാൻ പോകുന്നത്. അന്നാണ് ഈ സിനിമയുടെ ട്രെയിലർ വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അന്നറിയാം ഈ സിനിമയുടെ ഒരു ക്യാൻവാസും ഇത് എത്രത്തോളം വലുതായിട്ടുള്ള സിനിമയായിരിക്കും എന്നൊരു കാര്യം എന്നൊക്കെ. പൊതുവെ ലിജോ ജോസ് പല്ലിശ്ശേരി പടം എന്ന് പറയുന്നത് ഒരു ക്ലാസ് പ്ലസ് മാസ് പടമാണ്. എല്ലാവർക്കും ദഹിക്കുന്ന ഒരു പടമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലിമിറ്റഡ് ഓഡിയൻസിന് എങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ആ ലിമിറ്റഡ് ഓഡിയൻസിന്റെ അപ്പുറത്തോട്ട് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് എന്തായാലും കണ്ടാൻ അറിയാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു സിനിമ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഈ ഒരു സിനിമയുടെ ക്യാൻവാസ്? എത്രത്തോളം വലുതായിരിക്കും? ഒരു ക്ലാസ് പടമായിരിക്കുമോ അതൊരു മാസ് പടമായിരിക്കുമോ? ലാലേട്ടൻ തന്നെ കരിയറിലെ ഒരു പൊൻതൂവലായിട്ട് മാറാൻ പോകുന്ന ഒരു സിനിമയാണെന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യുക. ആൻഡ് കൺഗ്രാജുലേഷൻസ് ടു ദ ടീം ഓഫ് ഓപ്പൻഹൈമർ ടീമിന് ഒരു വലിയ കൺഗ്രാജുലേഷൻസ്. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പോകുന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഓപ്പൻഹൈമർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ വാച്ചിനുള്ള സംഭവമൊക്കെ ആയിരിക്കാം, പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങൾ പല ആൾക്കാരും അവരുടെ ഒപ്പീനിയനായിട്ട് പറയുന്നതായിട്ട് കേൾക്കാൻ പറ്റിയായിരുന്നു. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു, ഭയങ്കര ലാഗായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ സിനിമ കാണാനായിട്ട് കുറച്ച് നേരം വൈകിയായിരുന്നു. അതുകൊണ്ടാണ് ലൈവായിട്ട് ഒരു റിവ്യൂ ഇടാണ്ടായിരുന്നത്. മേക്കിംഗ് വൈസ് ആണെങ്കിലും BGM വൈസ് ആണെങ്കിലും മൊത്തത്തിൽ ആ വിഷ്വലും മറ്റൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് ഒരു ലൈവ് ഫീൽ തന്നെയായിരുന്നു ഓപ്പൻഹൈമർ എന്ന് പറയുന്നത്. ഇന്ന് ഈ സിനിമയ്ക്ക് ഗോൾഡൻ ഗ്ലോബ് എന്ന് പറയുന്ന അവാർഡ് കിട്ടിയാണ്. ഒന്നല്ല, ആക്ച്വലി 5 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കിലിയൻ മർഫിക്ക് കിട്ടിയിട്ടുണ്ട്, നോളനാണെങ്കിലും കിട്ടിയിട്ടുണ്ട്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകൾ എല്ലാം കൂടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ഡൊണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.